ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്, വേറൊന്നല്ല അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇന്ന് അമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലൊക്കെ കാണാനൊക്കെ ആയിട്ട് നല്ല രസമുണ്ടല്ലേ, നല്ല കാണാനൊക്കെ ഭയങ്കര. വേറൊന്നല്ല, ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഡ്രസ്സാണ്, അതുകൊണ്ടാണ് സ്പെഷ്യലി ഒന്നും കൂടി ആള് നല്ല ഭംഗിയായത്. അപ്പൊ ഇന്ന് ഞാനാണ് ചെയ്യാൻ പോണത്, ഫുഡ് ഞാനാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം, അതെല്ലാവർക്കും അറിയാം. എന്തായാലും അമ്മയ്ക്ക് എന്താണെന്ന് സ്പെഷ്യല് വേണ്ടത് അത് പറയാം. സ്പെഷ്യല് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കേക്ക് വേണം. കേക്ക് ഞാൻ പറയുന്ന കേക്ക് എനിക്ക് ഉണ്ടാക്കി തരണം. ഉണ്ടാക്കി തരാം, നോ പ്രോബ്ലം. അത് ഒരു നിൽക്കുന്ന ബാർബിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ നിൽക്കുന്ന ബാർബി വേണ്ട, കാരണം നമുക്ക് അതിനുള്ള സൗകര്യം ഇപ്പൊ ഇവിടെ ഇല്ല. ഒരു ഇരിക്കുന്ന ബാർബി സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങള് പണ്ടൊന്നും ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല ഇതുവരെ. അപ്പോ എന്താ പറയാ, ഞങ്ങള് വീട്ടില് 5 മക്കളായിരുന്നു. ഒരു വലിയ അപ്പനും അമ്മയ്ക്കും കൂടി 5 മക്കള്, 3 ആങ്ങളമാര്, 2 പെൺകുട്ടികള്, അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. അപ്പൊ എന്താ പറയാ, സ്വാഭാവികമായിട്ടും അവര് വലിയ വലിയ ഫാമിലി ഒന്നുമല്ല, നമ്മള് പാവപ്പെട്ട ഫാമിലി തന്നെയായിരുന്നു. അപ്പൊ നമ്മളെ വളർത്താനുള്ള തത്രപ്പാടില് നമുക്ക് 3 തരം ഭക്ഷണം തരേണ്ട ആ ഒരു ചുമതലയൊക്കെ അവർക്കുള്ളത് കൊണ്ട് നമ്മുടെ ബർത്ത്ഡേ ഒന്നും അറിയാറ് പോലും ഉണ്ടായിരുന്നില്ല. അതെ, ഇപ്പൊ ഞങ്ങളായിട്ട് എന്തായാലും അറിയിക്കുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് ഇന്നൊരു സ്പെഷ്യൽ ആയിട്ട് ഞാനത് ആ കേക്ക് അമ്മ പറഞ്ഞ പോലെ തന്നെയുള്ള കേക്ക് ഞാൻ അങ്ങ് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മൈ ഡിയർ. അപ്പൊ നമുക്കിനി കേക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോയാലോ? ഓക്കെ, നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. 1 കപ്പ് മൈദ, 1.25 കപ്പ് പൗഡർ ഷുഗർ, 1/4 കപ്പ് ഓയില്, 4 എഗ്ഗ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് കൊക്കോ പൗഡർ, അതേപോലെ സോൾട്ട് വേണം, പിന്നെ വിനീഗർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ മിൽക്ക് വേണം, പിന്നെ വാനില എസൻസും വേണം. ഇനി അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണ്. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ 1 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡർ ഉണ്ട്, അതും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ നമ്മൾ 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഉപ്പ്, അത് നമുക്കൊരു നുള്ളിട്ട് കൊടുത്താൽ മതി. ഇത്രയും മതിയാവുന്നത്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കൊക്കോ പൗഡർ ഉണ്ട്, അത് നമ്മൾ 1/4 കപ്പാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനി നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. നമ്മൾ അരിച്ചു കഴിഞ്ഞപ്പോൾ ഇതേപോലെ ചെറിയൊരു ഉണ്ട പോലെ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മറ്റേ നമ്മുടെ കൊക്കോ പൗഡറിനാണ്. അത് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് കാണിച്ച് അതിലേക്ക് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ തരികൾ പോലെ നമുക്ക് കിട്ടും. അത് നമ്മൾ കളഞ്ഞേക്കുക. ബാക്കി അതിലൊരു ചെറിയൊരു കല്ല് പോലെ നമുക്ക് തോന്നും. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിന്റെ ഇതൊക്കെ ചിലത് നമുക്കിങ്ങനെ ഇതാവാത്തതാണ്, പൊടിയായിട്ട് വരാത്തതാണ്. അപ്പൊ അത് നമ്മൾ കളഞ്ഞേക്കാതെ നമ്മളിത് ശരിക്കും പറയുന്നത് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇതിപ്പോ 1 പ്രാവശ്യം നമ്മൾ അരിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ 2ാമത്തെ പ്രാവശ്യം നമ്മൾ അരിക്കുകയാണ് നമ്മുടെ ആ മിക്സ്. അതൊന്നും അങ്ങനെ അരിക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിക്കണത്. നല്ലോണം അരിച്ചു കൊടുക്കണം. ഇനി അടുത്തത് നമ്മൾ 3ാമത്തെ പ്രാവശ്യം കൂടി ഒന്ന് അരിച്ചു കൊടുക്കാം, നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കാം.
തിളച്ച് വന്നപ്പോൾ നമ്മുടെ മിക്സ് ഇതേപോലെ ഒരു ചെറിയൊരു എന്താ പറയുക ഭയങ്കര ഡാർക്ക് ബ്രൗൺ അല്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊന്ന് മാറ്റി വയ്ക്കും. നമ്മുടെ 4 എഗ്ഗ് നമ്മൾ എടുത്തു വെച്ചിരുന്നത് ഇനി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നമ്മുടെ ബീറ്റർ വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് നമ്മൾ ഫസ്റ്റിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഒന്ന് പതുക്കെ സെക്കൻഡിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആയി കിട്ടും. അതിന്റെ ഇടയ്ക്ക് നമ്മൾ പതുക്കെ നമ്മൾ ഒരു 3 പ്രാവശ്യമായിട്ട് നമ്മുടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പൗഡർ ഷുഗർ ബീറ്റർ നമ്മൾ 3 ഇട്ട് കൊടുത്തേക്കാണ്. ഇപ്പോൾ വിനീഗർ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിനി ലൈറ്റ് ആയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യാൻ മതി. ഈ സമയത്ത് നമ്മൾ 1/2 ടീസ്പൂൺ നമ്മുടെ വിനീഗർ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ആ സമയത്ത് തന്നെ നമ്മൾ 1/4 കപ്പ് ഓയിലാണ് നമ്മൾ എടുത്തത്. ഓയിലൊന്ന് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ വിസ്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ നമ്മുടെ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ മൈദയുടെയും കൊക്കോ പൗഡറിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാം. 3 പ്രാവശ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ. അതിന്റെ ഇടയ്ക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ പാല് നമ്മൾ അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 1/4 കപ്പ് പാലാണ് അതിലേക്ക് എടുത്തിരുന്നത്. ഇത് മിക്സ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഇടയ്ക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. രണ്ടാമത്തെ പ്രാവശ്യവും നമ്മൾ ആ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനൊപ്പം തന്നെ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ. ഇനി 3ാമത്തെ പ്രാവശ്യം കൂടി നമ്മൾ ആ പൗഡർ ഇട്ട് കൊടുക്കാം. നല്ലോണം അതൊന്ന് ഫുള്ളെല്ലാം തട്ടി ഇടുക. അതുപോലെ ഈ സൈഡിലുള്ള നമ്മുടെ ഈ പൗഡറും ഒക്കെ നമ്മൾ ഇതിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ പാലും അതിലേക്ക് ചേർത്ത് കൊടുക്കുക, ബാലൻസ് ഉള്ള പാലും. ഇതിപ്പോൾ നമ്മുടെ ബാറ്റർ പതുക്കെ നല്ലോണം ഒരു എന്താ പറയുക, നമ്മുടെ കറക്റ്റ് ചോക്ലേറ്റിൻ്റെ ഒരു കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ വിസ്ക് വെച്ചിട്ട്. നമ്മുടെ ബാറ്റർ ശരിക്കും എന്താ ഇതേപോലെ ഈ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടണം. ഇതാണ് ഇതിന്റെ കറക്റ്റ് പരിവം. ഇത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ടിന്നിലേക്ക്, കേക്ക് ടിന്നിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മുടെ കേക്ക് ടിന്നിൽ നമ്മൾ ഓൾറെഡി ഓയിൽ വെച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ ഈ ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഇതിന്റെ ഹാഫ് പോർഷൻ വരെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യണം. ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇതില് എയർ ബബിൾസ് വന്നിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന് പോവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് നല്ലോണം ഒന്ന് പതുക്കെ ഒന്ന് നമ്മുടെ കേക്ക് ടീൻ പൊക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക പോലെ. നമ്മൾ 5 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തേക്കണം. നമ്മുടെ ഈ കടായിലേക്ക് നമുക്കിനി നമ്മുടെ ബാറ്റർ എടുത്ത് വയ്ക്കാം. അതേപോലെ നമ്മൾ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അത് സിമ്മില് ഇട്ടിട്ട് വേണം ബാക്കി പിന്നെ നമ്മൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഒരു 45 മിനിറ്റ് നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് പതുക്കെ തുറന്നു നോക്കുക. 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്പഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലോണം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചായിരുന്നു. ഇനി അത് നമുക്ക് ഈ സ്പഞ്ച് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇത് നമ്മുടെ സ്പഞ്ച് നമുക്ക് കിട്ടിയിട്ട് എന്ന് നമുക്ക് നിവർത്തി വെക്കാം. നല്ലൊരു അടിപൊളി ഒരു സ്പഞ്ചാണ്. ഇത് കണ്ട ഞെക്കുമ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ചാണ് നമ്മുടെ. അപ്പം നമുക്കിനി അത് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള കുറച്ച് പരിപാടികളുണ്ട് നമുക്ക്. ചോക്ലേറ്റ് ഗനാഷ് ചെയ്യാനായിട്ട് ഞാനൊരു കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് 2 കപ്പ് ചോക്ലേറ്റ് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തേക്കണേ. അപ്പോൾ അത് 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് നമ്മുടെ ഗനാഷ് ചെയ്യണത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാണ്. നമ്മൾ ഗനാഷ് ചെയ്യണത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ അടിയിൽ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അത് കുറച്ച് ലോ ഫ്ലെയിമിലാണ് ഞാൻ ചെയ്യണേ. ഇതിപ്പോൾ ക്രീം ആദ്യം ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 കപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അതൊക്കെ ഇതൊന്നൊരു നല്ലോണം ഒന്ന് മെൽറ്റ് ആവണം. നമ്മുടെ ചോക്ലേറ്റ് നല്ലോണം ഉരുക്കി ഇതേപോലെ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പതുക്കെ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഇതിൽ നിന്ന് മാറ്റാം. ഇത് നമ്മുടെ കേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന നമ്മുടെ കേക്ക് നമ്മൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിലത്തെ പോർഷൻ, നമ്മുടെ ബട്ടർ പേപ്പർ ഉള്ള പോർഷൻ അല്ലേ, അത് ബട്ടർ പേപ്പർ അങ്ങ് പൊളിച്ച് കളയാം. നമുക്ക് ഈ കേക്കിനെ നമുക്കൊരു 3 ലെയറായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഒരു ലെയർ ഞാൻ കട്ട് ചെയ്ത് വെച്ചായിരുന്നു. ഇനിയിപ്പോൾ ഇത് 2ാമത്തെ ലെയറാണ് ഞാനത് കട്ട് ചെയ്യണത്. രണ്ടാമത്തെ ലെയർ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചു. മൊത്തത്തിൽ നമുക്ക് ഒരു 4 ലെയർ കിട്ടും കേട്ടോ. നമ്മൾ 4 ലെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 4 ലെയറിനുള്ള സ്പഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 4 ലെയർ കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഞാനൊരു കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്രീം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ലെയറിന് വേണ്ടിയിട്ട് ക്രീം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് നമ്മുടെ ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഗനാഷ് ചെയ്ത നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഒരു 2 സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ലെയർ സെറ്റ് ചെയ്തു. അതേപോലെ നമ്മുടെ ക്രീം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ലെയറൊക്കെ നമുക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഇതേപോലെ ഒരു ബോർഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്രീം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക.
അതിന്റെ സെന്റർ പോർഷൻ നോക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു ലെയർ എടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഇതേപോലെ ഒരു ലെയർ എടുത്ത് വെച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ട്. ഷുഗർ സിറപ്പ് അതിലേക്ക് നനയണം. ഒരു ചെറുതായിട്ടൊന്ന് വെറ്റായാൽ മതി. നമ്മുടെ താഴത്തെ ലെയറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വെറ്റായി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നമ്മുടെ ഇതേപോലെ ഷുഗർ സിറപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും മുകളിൽ നിന്ന് നമ്മുടെ ഷുഗർ സിറപ്പ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് മതി. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ക്രീം നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഇതേപോലെ നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളിപ്പോൾ അത് ക്രീമും നമ്മൾ ലെവൽ ചെയ്തു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച നമ്മുടെ ആ ഗനാഷ് കുറച്ചൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു ഇത്തിരി കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണും ഒരു ഇത്തിരിയും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ രണ്ടാമതും വീണ്ടും ലെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എല്ലാ ലെയറും അതേപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തേക്കണം. നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിക്കുക, അത് കഴിഞ്ഞിട്ട് ക്രീം ഫില്ല് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗനാഷ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചോക്ലേറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് അത് ചേഞ്ച് ചെയ്യാം. മൂന്നാമത്തെ ലെയർ നമ്മുടെ ഫൈനൽ ലെയർ നമ്മൾ ഇതായി എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാം ചെയ്യാം. ചെയ്യാനായിട്ട് ഞാൻ ഒരു ATM കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ATM കാർഡ് വെച്ച് ജസ്റ്റ് ഒന്ന് സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമുക്ക് സൈഡ് കുറച്ചുകൂടി നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നുണ്ടോ. നമുക്കിനി ഒരു ഫൈനൽ ടച്ച് കൊണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. മുകളിലേക്ക് നമ്മുടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗനാഷിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഒരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇനി ഞാൻ ഇരിക്കുന്ന ഒരു ബാർബിയാണ് ചെയ്യാൻ പോണേ. അപ്പൊ അതിന് നമുക്കൊരു ബാർബി നമ്മുടെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എങ്ങനെയാ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് നോക്കാം.
ബാർബി ഇതാ ഞാൻ മാല ഇട്ട് കൊടുത്തു, കമ്മലിട്ട് കൊടുത്തു, പിന്നെ ഇനി അതിൻ്റെ ഒരു വളയും കൂടി ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ബാർബിക്ക് നമ്മളൊരു വേസ്റ്റ് ബാൻഡ് കൊടുത്ത് ഇനി നമുക്ക് അതിനൊരു ഡ്രസ്സ് നമുക്ക് ചെയ്യാം. ഞാൻ ചെയ്യണത് ഓഫ് ഷോൾഡർ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ചെയ്യണേ ബാർബിക്ക്. ഞാൻ ഇതിലേക്ക് കുറച്ച് കളർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രസ്സ് ചെയ്യാനായിട്ടാണ്, ബാർബിക്ക് ഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി കളർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കളർ നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു ഇത്രയും കൂടി നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാർബി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഫ്ലെയർ എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഞാനത് നമ്മുടെ ബാർബിയിൽ ഇതേപോലെ ഇങ്ങനെ കുത്തി വെക്കുകയാണ്. നമ്മുടെ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് കൈ പതുക്കെ ഒന്ന് പൊക്കി കൊടുക്കട്ടോ. വെച്ചു കഴിഞ്ഞു. ഞാൻ അതേ ഒരു റോസ് മോഡലാണ് ഞാനിത് ചെയ്യണത്. ചെറിയ റോസ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ അടിപൊളിയായിട്ടുണ്ട് ബാർബി. പണ്ട് ഞാൻ ഇരുന്ന കാര്യമൊക്കെ ഇരിക്കണമെന്ന് തോന്നണേ. ഇതേപോലെയോ? കാണാൻ വലിയ ഭംഗിയാണെന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, അമ്മാമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു ഇരിക്കുട്ടിയപ്പൻ എന്നൊക്കെ പറഞ്ഞു പറയില്ലേ, ആ ഒരു രീതിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗി, നല്ല വെളുത്ത്, നല്ല രസവും നല്ല സുന്ദരിയൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ ആ കളറൊന്നും എനിക്ക് കിട്ടിയില്ല. അതിൻ്റെതായിട്ടുള്ളൊരു ചെറിയൊരു ദുഃഖം എനിക്കുണ്ട്. ചുമ്മാ കേട്ടോ. അപ്പൊ എന്താണ് നമുക്കിന്ന് നമ്മുടെ കേക്ക് നമുക്ക് കട്ട് ചെയ്യണ്ടേ? അപ്പൊ അതിന് മുന്നേ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസും കൊടുക്കണ്ടേ? അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ഡിയർ അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എന്താ പറയാ, ഒരുപാട് വർഷങ്ങൾ ഇതേപോലെ തന്നെ ഞങ്ങളുടെ ഒപ്പം തന്നെ ഇങ്ങനെ കട്ടയ്ക്ക് ചങ്കായിട്ടും അതേപോലെ ആംഗ്രി ബേർഡ് ആയിട്ടും ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ. എപ്പോഴും അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഈ കാണുന്ന പോലത്തല്ല കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് നേരിട്ടൊക്കെ കാണുമ്പോൾ നല്ല ഇടിയും അങ്ങനെ ഇങ്ങനെ കേട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ളതില്ല. ചുമ്മാ തമാശക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടിയില്ലെങ്കിൽ ഒരു രസമില്ലേ. എന്താണെങ്കിലും ചിലപ്പോ അതൊക്കെ മിസ് ചെയ്യും, ആ ഇടി കൂടലും ഒക്കെ ആയിട്ട് അങ്ങനെ. അപ്പൊ ഇനിയിപ്പോ എന്താണ്, അപ്പൊ നമ്മുടെ ആംഗ്രി ബേർഡ് ഇനിയിപ്പോ അത് മുറിക്കാൻ പോയാണ്. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. പിടിച്ചോ.
അപ്പൊ നിങ്ങള് എന്താ പറയാ ഇത്രയും കാര്യങ്ങള് എന്റെ മോളാണെങ്കിലും ചെയ്ത് തന്നതിനെ ഓർത്ത് അതിന്റെ ആ ഒരു കാര്യത്തിൽ ഒരുപാട് താങ്ക്സ്. സമ്മതത്തിൽ ഞാൻ താങ്ക്സ് ഒന്നും പറയാം. അനക്കും വില വേണം എന്തെങ്കിലുമൊക്കെ. ഇനി തരൂട്ടോ മാറ്റി നിർത്തി എന്റെ കുറ്റത്ത് ഇരിക്കുമെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ബാർബി ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നോട്ടെ. ഞാൻ ബാർബിയുടെ ബാഗ് വശം കട്ട് ചെയ്യാം. കാരണം ബാർബിയുടെ ഉടുപ്പൊക്കെ പോവല്ലേ. അപ്പൊ പിന്നെ ഇത് കഴിക്കണ്ട. അപ്പൊ ഞാൻ ബാക്കിൽ കട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ കേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. എന്റെ വായിലും പറ്റോ? അടിപൊളി കേക്കാണ്. കഴിച്ചു. ഞാനൊരു അപ്പൊ കേക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. ചോക്ലേറ്റ് ബാർബിയാണ് ഉണ്ടാക്കിയിരുന്നത്. ചോക്ലേറ്റ് ഗനാഷെ ബാർബി. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് റെഡിയാണ്. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ബർത്ത്ഡേസ് ഒക്കെ വരുമ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെയും കമന്റ്സ് ഞങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഞങ്ങൾക്ക് വിലയേറിയ കമന്റ്സ് ആണ്. അപ്പൊ എന്തായാലും എന്റെ ഒരു വലിയ ആഗ്രഹം സാധിച്ചു തന്നു. വലിയൊരു ആഗ്രഹം വരുന്നു. കാരണം അന്നൊന്നും എനിക്ക് ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല. പിന്നെ ഇവര് വലുതായ പിന്നെയൊക്കെയാണ് കുറച്ച് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വരെയും കേക്കൊക്കെ മുറിക്കാനൊക്കെ തുടങ്ങിയത്. ഇതിപ്പോ നമ്മള് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഒരു ആഗ്രഹം. കാരണം ബാർബി കേക്ക് അത് എനിക്കൊരെണ്ണം കട്ട് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം വരുന്നു എന്റെ ബർത്ത്ഡേ. അത് വലിയ എന്താ പറയാ സാധിച്ചു തന്നു. ഞാൻ എന്തെങ്കിലും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ പറഞ്ഞാല് അല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേടുകളൊക്കെ ഒപ്പിച്ചു കഴിഞ്ഞാലും ഇവരെന്റെ കൂടെ നിന്ന് എന്നെ കട്ട സപ്പോർട്ട് ചെയ്യും. അതാണ് എന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. എന്റെ ഫാമിലി അത്രയും സപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമയത്ത് 45-ാം വയസ്സില് 1-ാം പിറന്നാൾ ആഘോഷിക്കണ ഏക വ്യക്തി ഞാനായിരിക്കും. എന്തായാലും എന്താ പറയാ ഒത്തിരി സന്തോഷായി. ഇനി മരിച്ചാലും മതി. മരിക്കാനോ? ഒന്ന് ഒത്തിരി സന്തോഷായി. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ എന്ത് ചെയ്യണം? തൊട്ട് താഴെ ലൈക്ക് ചെയ്യണ ഒരു ബട്ടൺ ഉണ്ട്. അത് ലൈക്ക് കൂടി ചെയ്യുക. അതേപോലെ പിന്നെ എന്താണ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കും ഇതേപോലെ അടിപൊളി കേക്കുകളൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പൊ അതുപോലെ എല്ലാവരും ഇത് കാണണം. പിന്നെ അതേപോലെ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കന്റെ ഒരു ഓപ്ഷൻ കൂടി വരും. അപ്പൊ അതിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി നമ്മൾ നീക്കി കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇനി പുതിയത് നമ്മുടെ കൊടുക്കട്ടെ നല്ല പുതിയ വീഡിയോസ് ഒക്കെ നമ്മൾ വരുമ്പോ അതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് വേഗം കയറി കാണാം. അങ്ങനെ അപ്പൊ ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും നമ്മുടെ ഫാമിലിയുടെ ഒരു പാർട്ടായി. അപ്പൊ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ വേറൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ. ഇവിടെ ഞാൻ കഴിച്ചോണ്ടിരിക്കട്ടോ. പൊതുവൊന്നും തോന്നുന്നില്ല.